സഭാ സെഷനിൽ നിന്നല്ല, ഒരുപക്ഷെ രണ്ടാം പിണറായി സർക്കാരിന്റെ സഭാ സെഷനുകളിൽ ഏറ്റവും കൂടുതൽ സംഘർഷഭരിതമായ ഒരു സെഷൻ ആണ് ഇന്ന് സഭയിൽ കണ്ടത്. വലിയ തോതിലുള്ള കയ്യാങ്കളി എത്തി സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കയറുന്ന MLA-മാരെ നമ്മൾ കണ്ടു. അൻവർ സാദത്ത് MLA ആവട്ടെ, അത് മാത്യു കുഴൽനാടൻ MLA ആവട്ടെ, പ്രതിപക്ഷത്തിന്റെ ബാനർ പിടിച്ചുകൊണ്ടുവന്ന വാച്ചർമാരിനെ കണ്ടു, പ്രകോപനം കണ്ടു. അങ്ങനെ അസാധാരണ കാഴ്ചകളായിരുന്നു സഭയിൽ കണ്ടത്. അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് സഭയിൽ പ്രതിപക്ഷം നടത്തിയത് കോപ്രായങ്ങളാണ്, സഭ അതിനെ അപലപിക്കണം എന്നുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ ആവശ്യപ്പെടുന്ന കാഴ്ച കണ്ടു. എന്തുകൊണ്ടായിരുന്നു ആ പ്രതിഷേധമെന്ന് പ്രതിപക്ഷ നേതാവും സഭയിൽ സഭയ്ക്ക് പുറത്തും വിശദീകരിച്ചു. ശ്രീത്ത് വിവരങ്ങളുമായി ചെന്നു. ശ്രീത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം, ഇനി 100 ദിവസത്തിൽ താഴെ മാത്രം എന്തായാലും ബാക്കിയുള്ളൂ. ബാക്കി നിൽക്കെ എന്താകും ആ പ്രചരണ വിഷയങ്ങളിലെ ഒന്നാമത്തെ വിഷയം എന്നതുകൂടി UDF വ്യക്തമാക്കുകയാണ് സഭയ്ക്കുള്ളിൽ. ശ്രീത്ത്, ഹാഷ്മി, തദ്ദേശ തെരഞ്ഞെടുപ്പിലേതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രധാന പ്രചരണ വിഷയമാകുമെന്ന് ഉറപ്പിച്ചാണ് UDF-ന്റെ മുന്നോട്ട് പോക്ക്. അതിന്റെ തെളിവുകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സഭാതലത്തിൽ കാണുന്നത്. ശബരിമല വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയാൽ അത് അംഗീകാരം കിട്ടാനുള്ള സാധ്യത ഇല്ലെന്ന് മുൻ തിരിച്ചറിഞ്ഞാണ് ചോദ്യോത്തര വേള മുതൽ തന്നെ സഭ സ്തംഭിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് പ്രതിപക്ഷം എത്തിയത്. രാവിലെ UDF-ന്റെ പാർലമെന്ററി പാർട്ടി ഉണ്ടായിരുന്നു. പാർലമെന്ററി പാർട്ടി യോഗത്തിലെ തീരുമാനമനുസരിച്ചാണ് ചോദ്യോത്തര വേളയുടെ തുടക്കം മുതൽ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഉയർത്തി സഭാതലം പ്രക്ഷുബ്ധമാക്കാനുള്ള തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം വന്നത്. രാവിലെ സഭ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നത് മൂലം പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നതും ഒപ്പം തന്നെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അനധികൃത ഇടപെടലുമുണ്ടെന്ന് ആരോപിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രതിഷേധിച്ചത്. പ്ലക്കാർഡുകളും ബാനറുകളുമായി സ്പീക്കറുടെ മുഖം മറച്ചും സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചുള്ള പ്രതിഷേധം മുന്നോട്ട് പോകുന്നതിനിടെ ഭരണപക്ഷവും ശക്തമായ പ്രതിരോധം തീർത്തു. ഭരണപക്ഷാംഗങ്ങളും അവരുടെ ഇരിപ്പിടങ്ങളിലെ മുൻനിരയിലേക്ക് വന്ന് മുദ്രാവാക്യം വിളികളുമായി അണിനിരക്കുന്നത് കാണാമായിരുന്നു. എന്തായാലും ഒരു ഘട്ടത്തിൽ സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാൻ അൻവർ സാദത്ത് MLA ശ്രമിച്ചു. അങ്ങനെ 9:41 സഭ ആദ്യമായി നിർത്തിവെച്ചു. പിന്നീട് 10 മണിക്ക് സഭ പുനരാരംഭിച്ചപ്പോഴും ഇതേ രീതിയിലുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഉണ്ടായിരിക്കുന്ന വീഴ്ചകൾ, പ്രത്യേകിച്ചും കുറ്റപത്രം സമർപ്പിക്കാൻ ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാത്ത മൂലം പ്രതികൾക്കടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയടക്കം ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുമ്പോൾ ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് ഇത്ര ശക്തമായ ഒരു പ്രതിഷേധം പ്രതിപക്ഷം സഭാതലത്തിൽ ഉയർത്തിയത്. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ പൂർണ്ണമായ മേൽനോട്ടത്തിലാണ്. അതുകൊണ്ട് ആ അന്വേഷണത്തിൽ സർക്കാർ ഒരു തരത്തിലും ഇടപെടുകയുമില്ല. അതാണ് സർക്കാരിന്റെ പ്രതിരോധം. അതുകൊണ്ട് കാര്യമായി ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് പ്രതിപക്ഷ സഭാതലത്തിൽ ഈ വിഷയം ആവർത്തിച്ച് ഉന്നയിക്കുന്നതെന്നാണ് ഭരണപക്ഷം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും നിയമമന്ത്രി P. രാജീവും പാർലമെന്ററി കാര്യമന്ത്രി MB രാജേഷും ചൂണ്ടിക്കാണിക്കുന്നത്. വലിയ പ്രതിപക്ഷ പ്രതിഷേധമാണ് സഭയിൽ കണ്ടത്. അതിനുശേഷം സഭ വിട്ടിറങ്ങിയെന്ന് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത് കേട്ടു. SIT ഈ കേസിൽ ഒരു ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാത്ത പശ്ചാത്തലത്തിൽ പ്രതികൾ ഓരോരുത്തരായി ജാമ്യം കിട്ടി പുറത്തേക്ക് പോകുന്ന പശ്ചാത്തലത്തിൽ അന്വേഷണം വഴിമുട്ടിയെന്നും അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതിൽ മുഖ്യമന്ത്രി ഓഫീസ് ഇടപെടൽ നടത്തുന്നു എന്നുള്ളതാണ് സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി വലിയ തോതിൽ സഭാതലം സമരമുഖരിതമാകുന്നു, സംഘർഷഭരിതമാകുന്ന ആദ്യ മണിക്കൂറാണ് സഭയിൽ കടന്നുപോയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.